ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീടിൻ്റെ പേരും പറഞ്ഞ് സുധിയുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം അടിച്ചെടുത്ത വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഫ്രോഡിനെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാണ് സച്ചിയും രേവതിയും. ഈ വിശ്വനാഥനെ കണ്ടുപിടിക്കുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത്. അവരെ സച്ചിയും രേവതിയും എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു സീരിയൽ നടൻ ഇടയ്ക്കിടയ്ക്ക് ഈ വിശ്വനാഥൻ്റെ ബംഗ്ലാവിലോട്ട് വന്നു പോകാറുണ്ടെന്ന് അന്വേഷണത്തിൽ നിന്നും സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. ബംഗ്ലാവിൻ്റെ അവിടെ കരിക്ക് വിൽക്കുന്ന ഒരാളിൽ നിന്നാണ് സച്ചിക്ക് വിവരം കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ശ്രീകാന്തിൻ്റെ വീട് എവിടെയാണ്, അയാൾക്ക് ഈ വിശ്വനാഥനായിട്ട് ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഉറപ്പിച്ചൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് സച്ചി. അതിനു വേണ്ടിയിട്ട് കൂട്ടുപിടിക്കുന്നത് രേവതിയുടെ സഹായമാണ്. രേവതിനോട് സച്ചി പറയുന്നുണ്ട്, രേവതി നീ എനിക്കൊരു സഹായം ചെയ്യണം. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി ഏട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നില്ലേ ഈ വിശ്വനാഥൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു സീരിയൽ നടൻ വന്നു പോകാറുണ്ടെന്ന്. അവൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്കപ്പോൾ നിൻ്റെ സഹായം വേണം. നീ അവൻ്റെ വീട്ടിലോട്ട് പോയി ഈ വിശ്വനാഥനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കണം എന്ന് പറയുമ്പോൾ രേവതി ഞെട്ടിപ്പോവാണേ. സച്ചേട്ടൻ എന്താ ഈ പറയുന്നത്, ഞാൻ പോയി തിരക്കാനോ? അപ്പോൾ സച്ചി പറയും, ഹാ രേവതി, ഞാൻ അവിടെ ഇടിച്ചു കയറി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊന്നും എന്നോട് പറയാൻ പോകുന്നില്ല. എൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും അറിയാമെങ്കിൽ തന്നെ അവനില്ലെന്നേ പറയത്തുള്ളൂ. പിന്നെ ആ വിവരം വിശ്വനാഥനെ കൈമാറുമോ, നമ്മൾ അവനെ അന്വേഷിക്കുന്നുള്ളൊരു വിവരം വിശ്വനാഥന് കിട്ടുകയും അവൻ പിന്നെ ഈ നാടോ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്നും കൂടി മുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരാൾ നീയാ. പൂ വിൽക്കുന്ന ഒരു പേരും പറഞ്ഞ് നീ അവൻ്റെ വീട്ടിൽ ചെല്ലണം. ആ വീട്ടിൽ പൂവിൻ്റെ ആവശ്യമുണ്ടോ, ഡെയിലി പൂ ഞാൻ കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞ് നീ ആ വീട്ടുകാരെ സമീപിക്കണം. അവൻ്റെ ഭാര്യയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ നിൻ്റെ പൂ വേണം എന്ന് പറയും. അങ്ങനെ പൂ വിൽക്കുന്ന പേരും പറഞ്ഞ് നീ അവരായിട്ട് അടുത്തിടപഴകണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയും, അങ്ങനെ അടുത്തിടപഴകി കഴിഞ്ഞിട്ട് പിന്നെ എന്താ സച്ചേട്ടൻ്റെ പ്ലാൻ? പിന്നെ ഞാൻ വഴിയെ പറയാം, നീ ആദ്യം അവരുടെ വീട്ടിൽ പൂ വേണമെന്നൊക്കെ ചോദിച്ചു പോ രേവതി എന്ന് പറയുവാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ ധൈര്യമൊക്കെ സംഭരിച്ചിട്ട് സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ വണ്ടി എടുത്തിട്ട് ഈ സീരിയൽ നടൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുവാണ്. പ്രാർത്ഥിച്ചിട്ടൊക്കെ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ വന്ന് വാതിലൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ ഈ ഏരിയയിലൊക്കെ പൂ വിൽക്കുന്ന ഒരാളാണ്. ഈ വീട്ടിൽ പൂവിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഇങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ ഭയങ്കര വാം വെൽക്കൊക്കെയാണ് രേവതിയെ ചെയ്യുന്നത്. അകത്തോട്ടൊക്കെ വിളിച്ചിട്ട് രേവതിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ രേവതി വേണ്ട എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ഇയാളുടെ പെരുമാറ്റത്തിൽ നിന്നും രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ശ്രീകാന്ത് എന്ന് പറഞ്ഞ സീരിയൽ നടൻ വളരെ നല്ലൊരു മാന്യനാണെന്ന്. അപ്പോൾ ഈ ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ദൈവത്തിന് വെക്കാനൊക്കെ കുറച്ച് പൂമാലകളുടെ ആവശ്യമുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, എന്നാൽ ഞാൻ ഡെയിലി രാവിലെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം സാർ മാസത്തിലൊക്കെ എനിക്ക് പൈസ തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും ഇയാൾക്കും സന്തോഷമാവുകയാണ്. അപ്പോൾ ഇനി വരുന്ന പൂ ഓർഡറുകളൊക്കെ രേവതിക്ക് തരാമെന്നും ഈ ശ്രീകാന്ത് പറയുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ രേവതി അവിടെ നിന്നും ഇറങ്ങുവാണ്. നേരെ സച്ചിയുടെ ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് ഈ വിവരമൊക്കെ പറയുന്നുണ്ട്. സച്ചിയേട്ടാ, ഞാൻ ആ ശ്രീകാന്ത് എന്ന് പറഞ്ഞ സീരിയൽ നടൻ്റെ വീട്ടിൽ ചെന്നായിരുന്നു. അയാളുടെ അടുത്ത് പൂ വേണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഡെയിലി ഇനി കൊണ്ടുവന്ന് തന്നോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അയാളുടെ പെരുമാറ്റം എങ്ങനെയുണ്ട്, നിനക്ക് എന്ത് തോന്നി, അയാളൊരു ഫ്രോഡാണെന്ന് തോന്നുന്നുണ്ടോ ആ വിശ്വനാഥനെ പോലെയെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, ഇയാൾ നല്ലൊരു മാന്യനാ, എന്നോട് വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത്, എന്നെ അകത്ത് വിളിച്ച് കുടിക്കാനൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹോ നിനക്ക് കണ്ടപ്പോൾ തന്നെ അയാളൊരു മാന്യനായിട്ട് തോന്നിയോ, അന്ന് അയാളൊരു ഫ്രോഡായിരിക്കും എന്ന് പറയുമ്പോൾ രേവതി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അതെന്താ സച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? അല്ല, നീ എന്നെ ആദ്യം കണ്ടപ്പോഴേക്കും ഒരു ഗുണ്ടയാണെന്നല്ലേ ഓർത്തത്, ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്കൊരാളെ വിലയിരുത്താനൊന്നും പറ്റില്ല രേവതി എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, സച്ചേട്ടനെ ഇപ്പോഴും ഒരു ഗുണ്ട തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഞാൻ വെറുതെ പറഞ്ഞതാ സച്ചിയേട്ടാ, പക്ഷേ ഇയാൾ മാന്യൻ തന്നെയാണ് സച്ചിയേട്ടാ, എനിക്കൊരാളെ കാണുമ്പോൾ മനസ്സിലാവും അയാളൊരു ശുദ്ധനാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എന്തായാലും നീ ഇനി പൂ കൊടുക്കാൻ പോകുമ്പോൾ നാളെ പോകുമ്പോൾ ഞാനും നിൻ്റെ കൂടെ വരാം, അങ്ങനെ നമുക്ക് അയാളായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ശരി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി നേരെ ശ്രീകാന്തിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ശ്രീകാന്ത് സച്ചിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതാരാന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ ഈ രേവതിയുടെ ഭർത്താവാണ്, ഞാൻ സാറിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ ഇവിടെ പൂ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.
പറയുന്നുണ്ട്. ആണോ, എന്നാൽ ശരി വാ നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നൊക്കെയുണ്ട്. സാറിനെ ഞാനൊരിക്കൽ ആ മറ്റേ ഹിൽ ടോപ്പിൻ്റെ അവിടെയുള്ള ബംഗ്ലാവിൻ്റെ അവിടെ വെച്ച് കണ്ടായിരുന്നു. സാറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഓടി വന്നപ്പോഴേക്കും സാറ് കാറിൽ കയറി പോയി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ഓ ആ ഹിൽ ടോപ്പിലെ ബംഗ്ലാവോ, ആ അവിടെ എനിക്കൊരു പരിചയക്കാരനുണ്ടായിരുന്നു, അയാളെ കാണാൻ വേണ്ടി പോയതാന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പരിചയക്കാരനോ, ആ വിശ്വനാഥനെ സാറിന് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, ആ അയാൾ എനിക്ക് സിനിമയിൽ അവസരം മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കൂടിയതാ, പിന്നെ ആ വീട് വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അന്വേഷണത്തിൽ അയാൾ ഒരു ഫ്രോഡാണെന്ന് മനസ്സിലായി. ഭാഗ്യത്തിന് ഞാൻ പോയി പെട്ടില്ല. ആ വീട് മേടിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അന്വേഷണത്തിലാണ് മനസ്സിലായത് അയാൾ ഒരു തട്ടിപ്പുകാരനാണെന്ന്. ഇപ്പം അയാൾ അവിടെ ഇല്ല, ഏതോ ഒരു മണ്ടനെ പറ്റിച്ച് അയാളെ നാട് വിട്ടു എന്നൊക്കെ കേട്ടേന്ന് പറയുമ്പോഴേക്കും സച്ചി ആ സത്യാവസ്ഥ പറയുവാണേ, സാർ അത് പിന്നെ ആ മണ്ടൻ എൻ്റെ ചേട്ടനാണ്, എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം അടിച്ചു മാറ്റിയിട്ട് ആ വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഫ്രോഡ് അവിടെ നിന്നും പോയതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, തൻ്റെ ചേട്ടൻ ഇത്രയ്ക്ക് മണ്ടനോ, ഓ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്കും മനസ്സിലാവുന്നുണ്ട് ഈ ശ്രീകാന്ത് ഒരു നിഷ്കളങ്കനാണ്, അയാളുടെ അടുത്ത് പെട്ടുപോയതാണെന്നൊക്കെ. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, സാറിന് വിശ്വനാഥനെ പറ്റിയിട്ടുള്ള വേറെ എന്തെങ്കിലും വിവരം അറിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്കങ്ങനെ അയാളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, ഇങ്ങനെ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇടയ്ക്ക് അയാളുടെ വീട്ടിൽ പോയായിരുന്നു. അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും അയാളുടെ വീട് കോഴിക്കോട് എവിടെയാണെന്നോ പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സാർ ഒന്നും കൂടി കൂടുതൽ ഓർത്ത് നോക്കിക്കേ, വേറെ എന്തെങ്കിലും. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഇല്ല, നമ്മളങ്ങനെ കൂടുതൽ അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല, സിനിമയുടെ കാര്യങ്ങളും വീടിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചത്, അതിൽ ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എങ്ങാനും ആ വിശ്വനാഥനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് എന്തായാലും ഇവരെ സഹായിക്കാമെന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. ശ്രീകാന്തിൽ നിന്നും എന്തെങ്കിലും വിവരം കിട്ടുന്നൊരു പ്രതീക്ഷ ഇവർക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അതൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു നിരാശയുണ്ട്. എന്നിട്ട് വീട്ടിൽ പോയിട്ട് രവീന്ദ്രനോടും കുടുംബാംഗങ്ങളോടും ഈ വിവരം പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയും, ഇനിയിപ്പോൾ ഈ വിശ്വനാഥനെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കൂടാന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കും. സച്ചി ചോദിക്കുന്നുണ്ട്, എടാ സുധി, നീ അയാളുടെ കൂടെ നിന്ന് വല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടോ, അയാളുടെ വല്ല ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുധി ഇല്ലെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അയാളുടെ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അറിയാവുന്ന നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് എല്ലാവരോടും ചോദിക്കായിരുന്നു ഇയാളെ പരിചയമുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ അതിനുള്ള വഴിയില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഒരു ഐഡിയ തോന്നുവാണേ, സച്ചിയേട്ടാ ഇവരന്ന് അഡ്വാൻസ് കൊടുത്തത് അമ്മ ജോലി ചെയ്യുന്ന പൂക്കടയിലെ ആ അമ്പലത്തിൽ വെച്ചിട്ടല്ലേ, അവിടെ CCTV ഉണ്ട്, അവിടെ എന്തായാലും അയാളുടെ വിഷ്വൽസ് പതിഞ്ഞിട്ടുണ്ടാവും, അതിൽ നിന്ന് നമുക്ക് അയാളുടെ ഫോട്ടോ എടുത്തിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കാമല്ലോ, പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും രേവതിയുടെ ബുദ്ധി അഭിനന്ദിക്കുവാണ്. രേവതി നിനക്കെന്ത് ബുദ്ധിയാ, കഴിവാന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. കണ്ടോ, എൻ്റെ രേവതിക്കുള്ള ബുദ്ധി പോലും ആർക്കും തോന്നിയില്ല, നമുക്കുള്ള ആത്മാർത്ഥത പോലും ഈ പൈസ കൊടുത്തവർക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കി പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ അന്വേഷിച്ചതൊക്കെ മതി, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം, അമ്പലത്തിൽ പോയി CCTV ഫുട്ടേജൊക്കെ ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ ശ്രുതി പറയുവാണ്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുവേ, അതെന്താ ഇത്രയും അന്വേഷിച്ചത് നമ്മളല്ലേ, നമ്മൾ തന്നെ ബാക്കി അന്വേഷിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും ശ്രുതി സമ്മതിക്കുന്നില്ല. അതൊന്നും വേണ്ട, അങ്ങനെ ഇപ്പോൾ നമ്മുടെ പൈസയല്ലേ നഷ്ടപ്പെട്ടത്, അപ്പോൾ അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ തന്നെ അന്വേഷിച്ചോളാം, ഞങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയും ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട, നിങ്ങളെക്കാളും ബുദ്ധിയും സാമർത്ഥ്യവും അവർക്കുണ്ട്, അവരന്വേഷിച്ചോളും എന്ന് പറയുവാണ്. അങ്ങനെ ശ്രുതി ആൻ്റണിയെ സമീപിച്ചിട്ട് ആൻ്റണിയെ വിട്ട് അമ്പലത്തിൽ നിന്നും ആ CCTV ഫുട്ടേജ് എടുപ്പിക്കാൻ നോക്കുവാണ്. പക്ഷെ അമ്പലത്തിലുള്ള ആരും ഈ ആൻ്റണിക്ക് CCTV ഫുട്ടേജ് കൊടുക്കുന്നില്ല. കാരണം ആൻ്റണി ഇവർക്കൊരു പരിചയമില്ലല്ലോ, പരിചയമില്ലാത്ത ഒരാൾക്ക് കൊടുക്കില്ലെന്നും അത് മാത്രമല്ല പോലീസിൻ്റെ അനുമതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് തരത്തുള്ളൂ എന്നൊക്കെ അമ്പലത്തിലെ ആളുകൾ പറയുവാണേ. അപ്പോഴേക്കും നമ്മുടെ രേവതി നേരെ പോയി ഇയാളോട് ചോദിക്കുന്നുണ്ട്. രേവതി നല്ല പരിചയക്കാരാണല്ലോ, രേവതി കുടുംബം അമ്പലത്തിലെ തന്നെ പരിചയക്കാരായതുകൊണ്ട് തന്നെ രേവതി പോയി ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് CCTV ഫുട്ടേജ് കൊടുക്കുവാണ്. അങ്ങനെ ആ ഫുട്ടേജ് സച്ചിയേട്ടനും കൊടുക്കുന്നുണ്ട്. സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇവർ ഈ വിവരം ശ്രുതിയും ഒന്നും അറിയിച്ചിട്ടില്ല കേട്ടോ. ഇവരുടെ വഴിയിൽ എന്തായാലും നടക്കില്ലെന്ന് സച്ചിക്കും രേവതിക്കും നേരത്തെ തന്നെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല, ഇവരായിട്ട് തന്നെ അന്വേഷിച്ച് നടക്കുവാണ്. അങ്ങനെ സച്ചി ആ വിശ്വനാഥൻ്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടുവാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും സച്ചിക്ക് ഒരു കോള് വരുവാണ്. ഈ വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ പുതിയൊരു ബംഗ്ലാവ് എടുത്ത് താമസമാക്കിയിട്ടുണ്ട്, തനിക്കറിയാവുന്ന ഒരു ബന്ധുവാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് കോളൊക്കെ വിളിക്കുവാണ്. അപ്പോൾ സച്ചിക്കും രേവതിക്കും ഭയങ്കര സന്തോഷമാവാണ്. അയാളുടെ അഡ്രസ്സൊക്കെ മേടിച്ചിട്ട് സച്ചിയും രേവതിയും നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ബെല്ലടിക്കുമ്പോൾ ഈ വിശ്വനാഥൻ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. സച്ചിയെ കാണുമ്പോൾ തന്നെ വിശ്വനാഥൻ എന്തോ എവിടെയോ കണ്ടൊരു ഓർമ്മ തോന്നുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്നില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ ഈ ബംഗ്ലാവ് വിൽക്കാൻ ഇട്ടിരിക്കുവാന്ന് കേട്ടു, അപ്പോൾ അത് മേടിക്കാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോഴേക്കും വിശ്വനാഥൻ അകത്തോട്ട് വാന്നൊക്കെ പറഞ്ഞ് ഇവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അകത്തോട്ട് എത്തുമ്പോഴേക്കും സച്ചി ഇങ്ങനെ വിശ്വനാഥനെ സൂക്ഷിച്ച് നോക്കുവാണ്. എത്ര ലക്ഷം രൂപക്കാടാ നീ ഈ ബംഗ്ലാവ് വിൽക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴേക്കും വിശ്വനാഥൻ ചോദിക്കുന്നുണ്ട്, താൻ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, ഇനി എപ്പോഴാ ഈ വീട് പൈസയും അടിച്ചുകൊണ്ട് താൻ മൂന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോഴേക്കും വിശ്വനാഥന് ഏകദേശം സംശയമൊക്കെ തോന്നുവാണ്. സച്ചി വിശ്വനാഥൻ്റെ കോളറെ പിടിച്ച് ചോദിക്കുന്നുണ്ട്, താൻ കഴിഞ്ഞ പ്രാവശ്യം ഹിൽ ടോപ്പിൽ ഒരു ബംഗ്ലാവ് വിൽക്കാൻ ഇട്ടിരുന്നില്ലേ, അത് മേടിച്ചത് എൻ്റെ ചേട്ടനാ. എൻ്റെ ചേട്ടൻ സുധിയുടെ കയ്യിൽ നിന്ന് മേടിച്ച 30 ലക്ഷം മേടിച്ചിട്ടാ താൻ ഇവിടെ വന്ന് താമസമാക്കുന്നത്. തൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ മേടിക്കാതെ തന്നെ ഞാൻ വിടില്ലടോ എന്ന് പറഞ്ഞിട്ട് സച്ചി വിശ്വനാഥനിട്ട് നല്ലതുപോലെ പെരുമാറുന്നുണ്ട്. വിശ്വനാഥനും ഭാര്യയും ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും രേവതിയും സച്ചിയും കൂടി തടഞ്ഞു വെച്ച് ഇയാളെ പിടിക്കുവാണ്. നേരെ പൊക്കി ചന്ദ്രോദയത്തിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെയാണ് വരും ചെമ്പനീർ പൂവിലെ പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.